ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഈദ് ഷോപ്പിങ്ങും പിന്നെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടണിനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതാ രാവിലെ പതിവ് പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതൊരു 5:20 ഒരു 5:30 കേട്ടോ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോകൽ. ഇപ്പോൾ 5:20 ആയിട്ടുണ്ട്. പ്രഫിക്ക പള്ളിയിൽ പോയിട്ടുണ്ട്, വന്നിട്ടില്ല. പ്രഫിക്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാ റഫീക്ക വന്നു. ഇനി നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറേ പേര് പറയലുണ്ട് നടക്കാനും രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പൂർവാധീന ശക്തിയോടെ പിറ്റേ ദിവസം കിടന്നുറങ്ങുക ചെയ്യാന്ന്. നമുക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് മടിയെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ രാവിലെ എന്തായാലും നമസ്കാരത്തിലൊക്കെ നമ്മൾ എണീക്കണ്ടേ. പിന്നെ അത് വൈകിപ്പിച്ച് കുറേ അങ്ങ് വൈകും. അപ്പോൾ അതാലോചിച്ചിട്ട് നമ്മൾ നേരത്തെ അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് സ്റ്റാർട്ടാവും കേട്ടോ. പിന്നെ ഭയങ്കര ഒരു എനർജി ആയിരിക്കും. നടക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ഫുൾ എനർജി ആയിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു എനർജിയിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വേഗം പണികളൊക്കെ നല്ല ഉഷാറിലെടുക്കും കേട്ടോ. അന്ന് ഒരു ദിവസം പോയിട്ടില്ലേ എന്നാൽ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് സമയമാക്കി ഫുൾ പണിയിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മാക്സിമം വൈക്കെങ്കിൽ നടക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നടന്ന് നമ്മൾ തിരിച്ചെത്തി. ഇന്നിപ്പോൾ മീനൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞാൻ വഴിയെ പറയാം. അപ്പോൾ വന്ന ഉടനെ തന്നെ എനിക്ക് റെസിപ്പി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാംഗോ പായസം ഇതിന് തരാൻ വേണ്ടിയിട്ട് 2 റെസിപ്പി ഉണ്ട്. അപ്പോൾ അത് രണ്ടും വന്ന ഉടനെ തന്നെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. റെഡിയാക്കി മീൻസ് എടുത്തു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതങ്ങ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഒരു എക്സ്ട്രാ പണിയാണല്ലോ, ഇന്നത്തെ ദിവസത്തെ എക്സ്ട്രാ പണിയാണല്ലോ. അപ്പോൾ അത് പിന്നത്തേക്ക് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ. പണിയൊക്കെ തീർന്നിട്ട് ഇതങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്തായാലും തീർക്കേണ്ട കാര്യമല്ലേ, പിന്നെ അതങ്ങ് ചെയ്തോളും. അല്ലെങ്കിൽ ഇത് ഇനിയിപ്പോൾ നാളെ ചെയ്യുക അങ്ങനെ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും. പിന്നെ പിറ്റേ ദിവസം ചെയ്യാനുള്ളത് അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ അത് രാവിലെ തന്നെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇന്ന് ഓട്സാണ് കേട്ടോ. അപ്പോൾ വാവ ഇന്ന് വീട്ടിലില്ല. വാവ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക്, ടൗണിൽ തന്നെയുള്ള ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് 2 ദിവസത്തിന് നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഹെൽത്തി റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നുമല്ല, രാവിലെയോ രാത്രിയോ ഏതെങ്കിലും ഒരു ടൈമിൽ ഓട്സ് കഴിക്കാറുണ്ട് കേട്ടോ. ഓട്സ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഓട്സ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ചപ്പാത്തിയോ ഗോതമ്പ് എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു അളവിൽ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ വെയിറ്റൊന്നും കൂടില്ല. കറക്റ്റ് ടൈമിനും ഒരു അളവ് ഒരു ക്വാണ്ടിറ്റി കൂടാതെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ രാവിലെ നമുക്ക് രണ്ടാക്കും ഓട്സ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഓട്സ് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്ന ഓട്സ് അല്ലേ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തിളച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ അത് കുക്കായതാ. ഇപ്പോൾ ഓട്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ളതാണ്, 2 ബൗളിലേക്ക് എടുക്കാനുള്ളതാണ്. ഒരു 5 ടീസ്പൂണെല്ലാം ഞാൻ 5-6 ടീസ്പൂണെല്ലാം എടുക്കാം. ഇനി നമുക്കിപ്പം അന്ന് നമ്മൾ കുടിക്കാൻ എടുത്ത് വെച്ച് പാലുണ്ടാവില്ല, ആ പാല് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇനി പാല് സെപ്പറേറ്റ് കുടിക്കുന്നില്ല. അപ്പോൾ ഓട്സിനൊരു ടേസ്റ്റും ആയിക്കോളും. അപ്പം അങ്ങനെ അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ ഓട്സ് റെഡി ആയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു പ്രോട്ടീൻ കുറച്ചൊരു റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമുക്ക് കിട്ടുക വേണം കേട്ടോ. പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക വേണം. പാല് എഗ്ഗൊക്കെ നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാര്യം ഇല്ലെങ്കിൽ നമ്മൾ ചോറെല്ലാം അടിച്ച് കയറ്റി റൈസ് എല്ലാ ടൈമിലും അരി ഭക്ഷണം ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ദമ്മായിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടില്ല. ഈ റൈസായിരിക്കും നമ്മൾ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്തിട്ട് അത് കൂടുതൽ അങ്ങ് കഴിച്ച് വയറ് ഫുള്ളാക്കി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അത് റഫീഖാൻ്റെ ബൗളിലേക്ക് റഫീഖ കുറച്ച് മധുരമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ശർക്കരയില്ലേ, ഇത് നല്ല സൈസ് ശർക്കര കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരകി ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇതുപോലെ ഒന്ന് ചീരിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു മധുരം കിട്ടും കേട്ടോ, ഒരുപാട് മധുരമല്ല. ഇനി ഇതൊരു പ്രോട്ടീൻ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മളെ കാഷ്യൂനട്ട് പിന്നെ ബദാം പിസ്ത അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ വെറുതെ നമുക്ക് 1 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കുകയാണെങ്കിൽ അതിലിട്ടിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വീറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി
ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ പ്രോട്ടീൻ പൗഡറാണ്. പുറത്തുനിന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ, അത് ഞാനങ്ങനെ യൂസ് ചെയ്യലില്ല അങ്ങനത്തെ ഒന്നും. അപ്പോൾ അത് ഒന്ന് മിക്സാക്കിയതാണ്, റഫിക്കാൻ്റെ മിക്സാക്കി എടുത്തു. അപ്പോൾ ആ ശർക്കര ആ ചൂടിൽ അങ്ങ് മെൽറ്റായിട്ട് ചെറിയൊരു മധുരം കിട്ടും. അപ്പോൾ നമ്മൾ ഹണി ചേർത്താൽ നമുക്കും ചെറിയൊരു മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ്, എന്തെങ്കിലും നേന്ത്രപ്പഴം, റോബസ്റ്റ പഴം, ആപ്പിള്, മാങ്ങ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിലേ ആ ഒരു മധുരം, ഫ്രൂട്ട്സിൻ്റെ മധുരം നമുക്കതിൽ കിട്ടും കേട്ടോ. അപ്പോഴും നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒന്നും ഞാൻ അല്ലാണ്ടേയും കുടിക്കലുണ്ട് കേട്ടോ, ഇങ്ങനെ ഒന്നും ചേർക്കാതെ കുറച്ച് ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇടുമല്ലോ, ആ ഉപ്പ് മാത്രം ഇട്ടിട്ടും കുടിക്കലുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റിന് മധുരമൊക്കെ ഇടാം, പക്ഷേ കുറച്ച് കൂടെ ഹെൽത്തി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മധുരമൊന്നും ചേർക്കാതെ കഴിക്കുന്നതല്ല നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ പ്രോട്ടീൻ പൗഡർ, അത് നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിൽ, പാൽ കുടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പാലിലൊക്കെ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഹോർലിക്സൊക്കെ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക് ഐറ്റംസ് കുടിക്കുന്ന, ജ്യൂസൊക്കെ കുടിക്കുന്നവർക്കാണെങ്കിൽ അത് അവരറിയാതെ ഒരു 2 ടീസ്പൂണൊക്കെ അതിലിട്ടിട്ട് നമുക്ക് ഡെയിലി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇൻഷാല്ലാ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഇതാണ് നമ്മളെ അകത്തിൻ്റെയൊക്കെ അവസ്ഥ കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം വേഗം ആ ഒരു റെസിപ്പി 2 റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മളെ രാവിലത്തെ അകത്തെ കോലങ്ങളൊക്കെ ഈ ഒരു രീതിയിലുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാളും മോശവും ആവലുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ പോയി വന്നതിന് ശേഷം ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല കേട്ടോ, മഴ പെയ്ത് തോർന്നു. ഇപ്പോൾ ബെഡ്റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ബെഡ്റൂമിൽ നിന്ന് തുടങ്ങിയാലാട്ടോ ഒരു ഇൻട്രസ്റ്റ് വരുള്ളൊരു പണി കഴിഞ്ഞൊരു ഫീൽ വരിക. എന്തോ ഇങ്ങനെ ഇതിവിടെ ഇട്ടിട്ട് ഹാളും ലിവിങ്ങും കിച്ചണും ഒക്കെ നന്നാക്കിയാൽ എനിക്കത് തോന്നൂല. പക്ഷേ ആദ്യം ബെഡ്റൂമിൽ നിന്ന് തുടങ്ങുക കേട്ടോ. ബെഡ്റൂമിൽ നിന്ന് തുടങ്ങി ബെഡ്റൂം നീറ്റാക്കി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലേ നമുക്കെന്തോ വലിയ പണി കഴിഞ്ഞ പോലെ അതൊരു മൈൻഡിൻ്റെ ഒരു അങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നും. പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നല്ല ടപ്പേന്ന് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടി ക്ലീനാക്കി ഒന്ന് വിരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട് ഞാൻ ബെഡ്ഷീറ്റ് എവിടുന്നാണ് വാങ്ങിയത്, ഓൺലൈനാണോ എന്ന്. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ ഷോപ്പിൽ നിന്നും വാങ്ങലുണ്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വാങ്ങിയത് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളെ ക്ലീനിങ് വീഡിയോ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അത് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ, ഓൺലൈൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ, അടിപൊളി ബെഡ്ഷീറ്റാണ്. അത് ഞാൻ ആ വീഡിയോയിൽ പറയാം കേട്ടോ. ഇനി ഡൈനിങ് ടേബിളിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ കുറച്ച് സംഭവങ്ങൾ അതിൽ കൊണ്ടാക്കൽ മസ്റ്റാണ്. അത് ഞാനും കൊണ്ടുവെക്കും, എല്ലാവരും കൊണ്ടുവെക്കും. അപ്പോൾ അത് ഒക്കെ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റണം കേട്ടോ. രാത്രി ഞാനൊന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നതാണ്, രാവിലെ ചെയ്യുന്നത്, എന്നാലും ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ അത് ഒക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. ഇനിയിപ്പോൾ മൊത്തം ഒന്ന് അടിച്ച് വാരിയിടുന്നു. ഇന്ന് തുടക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ താഴെ ഫ്ലോറൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ആ കുക്കിങ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിലൂടെ തന്നെ റഫീഖയ്ക്കും പോകാനുള്ള സമയം കൂടെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഇടയിലൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ഇന്നില്ലേ ഈ റഫീഖയില്ല, വാവയില്ല. അപ്പോൾ തട്ടിക്കൂട്ടലാണ് കേട്ടോ. തട്ടിക്കൂട്ടൽ പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള എന്നാൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിക്കുകയും വേണം. ആ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 1-2 ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുപയർ വെള്ളത്തിലൊന്നും കുതിർക്കാതെ കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു ചെറുപയർ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ കുതിർത്താൽ വേഗം വേവും. പക്ഷെ കുതിർക്കാതെ ഉണ്ടാക്കുന്ന ആ ഒരു കറി അതിനൊരു വേറെ തന്നെ ടേസ്റ്റാട്ടോ. ഉണ്ടാക്കുന്നതിന് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കറിയും കൂടാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇട്ട് കൊടുത്തു, കുറച്ചധികം വെള്ളം. ഞാൻ കുറച്ചധികം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയിലേക്ക് വൈകുന്നേരം എടുക്കൂട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് പുറത്ത് പോകാനൊക്കെ ഉണ്ട്, അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കട്ടെ. വേറെ ഒന്നും ചേർത്ത് കൊടുത്തില്ല, ബാക്കി നമ്മൾ വറവിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചോറിനുള്ള അരി ഞാൻ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ വരികയാണെങ്കിൽ ചോറ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറിനരി അത്രയും എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത്രയും ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി, ഞാൻ മാത്രമേ ഉള്ളൂ.
അപ്പോൾ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുക. ഞാൻ കുറേ കാണിച്ചിട്ടുള്ളതാണ്, അതായത് ഞാൻ പറയാത്ത. നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് വേകുന്ന അരിയാണ്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുക്കറിൽ വെക്കുകയാണെങ്കിലും കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ 1 കപ്പ് 250 ml അത് അല്ലെങ്കിൽ 1/4 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരളവിലാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഹാഫ് എടുത്തിട്ടില്ല, എന്നാലും ഏകദേശം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെള്ളം വെച്ചോ. എന്നിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കും കേട്ടോ. പിന്നെ നമ്മൾ റേഷൻ അരി പെട്ടെന്ന് വേവുന്ന അരിയൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം. ചിലപ്പം ഫുൾ എയർ പോകേണ്ടി വരില്ല. എനിക്കിപ്പോൾ ഇതിപ്പോൾ ഫുൾ എയർ പോയാലാണ് വെന്ത് കിട്ടുക. ഫുൾ എയർ പോവലും വറക്കലുമാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേവില്ല. ചിലപ്പം 1/2 കപ്പ് 1 കപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേവില്ല. അതേസമയം 2 കപ്പ് 3 കപ്പ് അരി വെക്കുന്ന സമയത്ത് ഇത്രയും സമയം വേണ്ടിയും വരില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് വേവുന്ന അരി ഒരു 3 അല്ലെങ്കിൽ 1 കിലോ അല്ലെങ്കിൽ 3 കപ്പൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വിസിലടിച്ച് ഒരു 5 മിനിറ്റ് വെച്ചാൽ ഞാൻ വാർത്തെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കൂടെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അരി ഒരു പ്രാവശ്യം വെച്ചിട്ട് ആ പ്രാവശ്യം ചിലപ്പോൾ വെന്ത് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ വേവൂല. വെന്ത് പോയാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ക്ലിയർ ആക്കുക. കാര്യം വെന്ത് പോകാൻ നിൽക്കണ്ട. കാര്യം നമ്മൾ എയർ പോയി കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കുക. ഇല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് ആ ചൂടോടെ തന്നെ, പിന്നെ അതിന് നിൽക്കരുത്. തുറന്ന് വെച്ചിട്ട് വേഗം അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് കുക്കർ അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഫ്ലെയിം ഓൺ ആക്കൊന്നും വേണ്ട, പുറത്ത് തന്നെ അങ്ങനെ വെച്ചാൽ മതി. ആ എയറിൽ ഇരുന്നിട്ട്, കുക്കറിൽ എയറിൽ ഇരുന്നിട്ട് ആ അരി വെന്തോളും. വേവുന്ന സമയത്ത് എടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഊറ്റുകൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യൽ. പിന്നെ ഇനിയിപ്പോൾ വേവ് നിങ്ങൾ ഏതരിയാണെങ്കിലും, ഇപ്പോൾ ജയ അരി, മട്ട അരി, അങ്ങനത്തെ കുറച്ച് വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഒരു വിസിൽ അടിച്ച് എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വെന്ത് കിട്ടും. ഇനി വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ കുറച്ച് 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിൽ കിടന്ന് വെന്തോളും. എന്നിട്ട് നന്നായിട്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വാർത്തെടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. എല്ലാ രീതിയിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. നമ്മൾ വെച്ചിട്ട് ഒരു ശീലം വേണം കേട്ടോ. വെച്ച് റെഡിയായി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഒരു തവണ വെച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം മനസ്സിലാവും. അതിനിടയിൽ ഞാൻ നമ്മളെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കുന്നത്, ഉപ്പേരി തോരൻ വറവ് കേട്ടോ. ചിലർ ഓരോരുത്തരും ഓരോ ഭാഷയല്ലേ ഓരോ സ്ഥലത്ത് പറയും. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അടിയിൽ ഓരോ ഏരിയക്കാർ കേട്ടോ, സ്ഥലം അടിക്കുക, എന്നിട്ട് എന്താണെന്ന് പറയലെന്ന് അടിയിൽ ടൈപ്പ് ചെയ്യുക. വെറുതെ ഒന്ന് അറിയാമല്ലോ, എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ ക്ലീനാക്കി കട്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുടിക്കാനുള്ള വെള്ളം കുറച്ച് തിളപ്പിച്ചെടുത്തിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് മല്ലിയില്ലേ, നമ്മളെ പച്ചമല്ലി, അത് കഴുകിയിട്ട് അതാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കുക. മല്ലി ഇട്ട വെള്ളം ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ അങ്ങനെ എന്നും മല്ലി വെള്ളമല്ല, ചിലപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2-3 പീസാക്കിയിട്ട് അതിട്ട് കൊടുക്കും. അല്ലെങ്കിൽ തുളസിയിലുണ്ടല്ലോ അതിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കും. അങ്ങനെ ഇനിയിപ്പോൾ മാറ്റി അല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട അല്ലെങ്കിൽ ഒരു ഗ്രാമ്പു അങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കുക. ഡെയിലി ഒരു വെള്ളം തന്നെ കുടിക്കലില്ല. ജീരകം അങ്ങനെ കേട്ടോ, രാമച്ചം, പതിമുഖം അങ്ങനെ നമ്മളിങ്ങനെ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റും വ്യത്യാസമായിരിക്കും, നമ്മളെ ഹെൽത്തിനും അത് നല്ലതാണ്. ഒരു വെള്ളം തന്നെ ഡെയിലി കുടിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളമാണ് കേട്ടോ, അതായത് തിളപ്പിച്ച വെള്ളം ഇളം ചൂടിൽ അങ്ങനെ കേട്ടോ നമ്മൾ കുടിക്കുക. അതാണ് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുന്നത്, ജഗ്ഗിലും ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ തണുത്തതും ഉണ്ടാവും ചൂടുള്ള ഉണ്ടാവും, നമ്മൾ മിക്സാക്കി കുടിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രീസറിൽ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു 2 മിനിറ്റ് പുറത്ത് വെച്ചു. അതിൽ നിന്ന് തേങ്ങ ആവശ്യത്തിന് കുറച്ചല്ലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ആവശ്യത്തിന് തേങ്ങ എടുത്തു, ഒരു 3-4 പച്ചമുളകും കുറച്ച് 4-5 വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. നമ്മൾ ഉപ്പേരിക്കുള്ള ഒരു കൂട്ട് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയതുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ കുക്കിംഗ് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് നമ്മളെ മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നുള്ള നമ്മളെ മൈൻഡിൽ തേങ്ങ ചിരവിയതുണ്ട്, വെളുത്തുള്ളി തൊലിച്ചതുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ മടി നമ്മളടുത്ത് നിന്ന് താനേ പോയിക്കോളും. ഇതൊന്നും ഇല്ലേ, തേങ്ങ ചിരകണം, വെളുത്തുള്ളി എടുക്കണം, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മടി താനേ വരും കേട്ടോ. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ടൈമിലോ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ അല്ല ഹസ്ബൻഡൊക്കെ അവരൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു തേങ്ങ ചിരകി തരാനൊക്കെ നമുക്ക് പറയാം.
അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ സമയം നോക്കി ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി 2 ഉപ്പേരിക്കും ചട്ടി വെച്ചു. നമ്മുടെ ചീര, സോറി നമ്മളിവിടെ ചീര എന്ന് പറയുന്നുണ്ട്, അതാണ്, അല്ല സോറി നമ്മളിവിടെ ചപ്പ് എന്ന് പറയും ചീരക്ക്. ഇവിടെ കേട്ടോ, എൻ്റെ വീടിൻ്റെ ഭാഗത്തല്ല, നമ്മളവിടെ ചീര എന്ന് തന്നെ പറയുക. അതും നിങ്ങൾ എന്താ പറയുന്നതെന്ന് അടിയിൽ കമൻ്റ് ആക്കുക കേട്ടോ. ചീര എന്ന് പറയുന്നവർ ചപ്പ് എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അറിയാണ്ട് പറഞ്ഞു പോയി. അപ്പോൾ അത് നമ്മൾ ചീര ഉപ്പേരി റെഡിയാക്കി. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഞാനൊരു സവാള ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി ആ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡി ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറുണ്ടല്ലോ, ആ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് അത് എയറെല്ലാം പോയതിന് ശേഷം ഞാൻ ഊറ്റിയിട്ടു. നന്നായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു ഒട്ടലോ പശയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, വേഗം വേവുന്ന അരിയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അതാ നമ്മളെ ക്യാരറ്റ് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഭയങ്കര റെസിപ്പി എന്നല്ല, സിമ്പിൾ സാധനങ്ങൾ, എന്നാൽ എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടുകയും വേണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ എടുത്തത് കേട്ടോ. അതാ ഇനി ഞാൻ ചെറുപയർ വെന്തില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മളൊന്നും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി കേട്ടോ നമ്മൾ കടുകിട്ട് വറവിടലുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു കറിയിലേക്കില്ലേ, ചോറിന് ഈ കറി എടുക്കുമ്പോൾ എനിക്കിങ്ങനെ വെളുത്തുള്ളി കുത്തിയിട്ടിട്ട് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ കുക്കറിലിട്ട് വേവിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നലുണ്ട്. അപ്പോൾ ഇത് ഞാനില്ലേ റെസിപ്പിയില്ല വായില്ല, ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, എന്തായാലും മടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ ആട്ടോ ചെയ്യുക. ഈ ചെറുപയർ കുക്കറിലേക്ക് അങ്ങ് ഇട്ടിട്ട് എൻ്റെ പണിയെടുക്കും. അത് വെന്ത് അതും റെഡിയായി, അല്ലെങ്കിൽ ഒരു എഗ്ഗ് പൊരിച്ചെടുക്കും, അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊരിച്ചെടുക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ആവശ്യമായിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പിക്കട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോരനും കാര്യങ്ങളൊക്കെ ആക്കിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളെ കറിയും കൂടെ തിളച്ചാൽ, നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മളെ കുക്കിങ്ങും കൂടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ കറിയും കൂടെ തിളച്ച് വന്നു. ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളൊരു ചെറുപയർ കറിയാണേ. ഇത് നമ്മൾ ചപ്പാത്തി കടിയിലേക്കല്ല, മടിയിലേക്ക് എടുക്കും, പക്ഷേ ഇത് ചോറിലേക്കാട്ടോ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കൽ. അപ്പോൾ അത് സെറ്റായി. പിന്നെ ചിലർ പറയലുണ്ട് മടിയാണ്, മടി എത്രയായിട്ടും മാറുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല, അതുപോലെ ആവാൻ എന്നെപ്പോലെ ആവണ്ട. ഞാനും ഇടയ്ക്ക് മടിയൊക്കെ പിടിക്കലുണ്ട് കേട്ടോ. അങ്ങനെയല്ല, പക്ഷെ നമ്മളെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതെന്ന് വെച്ചാൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തലേ ദിവസം എന്ത് ചെയ്യുക, രാത്രിയിൽ നിങ്ങൾ ഒരു പാഡ് എടുക്കുക, എന്നിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കട്ടെ നിങ്ങൾ എണീക്കുന്ന ടൈം. അപ്പോൾ നമ്മൾ മൈൻഡിലേക്ക് അത് വരികയാണ് ചെയ്യുക. എണീക്കുന്ന ടൈം ഇത്ര മണിക്ക് എണീക്കും. എന്നിട്ട് ആ സമയം മുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നാളെ എന്തൊക്കെ ചെയ്യാനുണ്ടോ, എന്ത് ചെറിയ കാര്യമാണെങ്കിലും അതിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇന്ന സമയത്ത് എണീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതായത് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും കിച്ചൺ ക്ലീനിങ് ഉണ്ടോ അത് എഴുതി വെക്കാം. ഫുഡ് ഉണ്ടാക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, തുണികൾ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. അങ്ങനെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീക്കും. അത് നേരത്തെ എണീക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്ത് വെക്കൂലേ രാത്രി, അതും നമുക്ക് മടി മാറിയിട്ട് പെട്ടെന്ന് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കേട്ടോ. രാവിലത്തേക്കുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും രാവിലെ എണീക്കുമ്പോൾ തന്നെ. ചെറുതായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡിൽ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ മടിയന്മാരാണല്ലോ, അപ്പോൾ നമ്മൾ മൈൻഡിലേക്ക് ഇത് വരും. അപ്പോൾ അത് രാവിലെ നല്ല ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് എണീക്കാനും കൂടെ പറ്റും കേട്ടോ. രാവിലെ നേരത്തെ എണീക്കാൻ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് രാവിലെ എണീറ്റ് മുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ നമ്മൾ ആ എഴുതി വെച്ചത് നോക്കുക. എന്നിട്ട് അത് ടിക്കിട്ട് പോവുക. അത് നമ്മൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒരു പ്രോത്സാഹനമാകും. നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമാകും. ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ടിക്കിട്ട് പോകുക. അപ്പോൾ അതിലത്തെ എല്ലാം നമ്മൾ എഴുതിയത് ഒന്നും പെൻഡിങ് വെക്കാതെ നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. ഒരു ആവേശം തോന്നും നമുക്ക്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഭയങ്കര മടിയന്മാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഒന്നുമല്ല, കുറച്ചൊരു 2 കോരിയെല്ലാം ചോറെടുക്കും. ഇതിലും കുറച്ചുകൂടെ എനിക്ക് ചോറ് കുറക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് ചോറ് എടുത്തിട്ട് കുറച്ചധികം ഉപ്പേരിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്യുക. മീൻ കറി, അതുപോലെ തന്നെ മീൻ പൊരിച്ചത്, അധികം എണ്ണയില്ലാതെ പൊരിച്ചതൊക്കെ ഉപയോഗിക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റക്കായതുകൊണ്ട് എടുക്കാണ്ടിരുന്നതാണ്. ചെറുപയർ കറി. അപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഈ ഐറ്റം കഴിക്കുമ്പോൾ തന്നെ, ഇത് കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുൾ ഫില്ലാവാനുള്ള ഐറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഒരുപാട് അങ്ങ് എടുക്കില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാവ ചിലപ്പം രാവിലെ വരുന്നു, പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാവ ഇപ്പോൾ വൈകുന്നേരമായിട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ നമ്മളെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ്. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചൊരു 11 മണിയാകുമ്പോൾ വാവ വരുന്ന ഓട്ടോയിൽ എനിക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വീഡിയോൻ്റെ കാര്യത്തിന് വേണ്ടി നിന്നു, പിന്നെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, അപ്പോൾ അതിന് വേണ്ടി നിന്നുകൊണ്ട് എനിക്ക് രാവിലെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കഷ്ടപ്പെട്ട് വൈകുന്നേരം ഫ്രീ ആയിട്ട് പോകാം. അങ്ങനെയാണ് പിന്നെ വൈകുന്നേരം വാവ വന്ന ആ വണ്ടിയിൽ ഞാൻ തിരിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വയനാട്ടിലെ സിന്ദൂറിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാം, അധികം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. എൻ്റെ ആദ്യ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, പഴയ വ്യൂസിനൊക്കെ അറിയാം ഞാനിവിടെ തന്നെയാണ് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കലാണ് കേട്ടോ. ഇതാ സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറാട്ടത്. ഓ, അതിൻ്റെ വേറൊരു ടൈപ്പ് അല്ലേ? ഇതിൽ ഇവിടെ ഇട്ടാ മതി കേട്ടോ. കയ്യൊക്കെ അടിപൊളിയില്ലേ, നല്ല പാൻറ് പാരലലാ. അപ്പോൾ ഈ ഒരു ചുരിദാർ ഞാൻ ഇട്ട് നോക്കിയിട്ടോ. ഈ ഒരു ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട്, അതിന് ഇട്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കുറച്ച് ലെങ്ത്ത് കുറവാണ്. ഞാൻ സാധാരണ ഇടുന്ന ചുരിദാറിൻ്റെ സ്ലിറ്റുള്ള ചുരിദാറിൻ്റെ ആ ഒരു ഇറക്കം അത് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ബോറ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ റഫിക്കാക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, അങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ കയറിയ ചുരിദാർ അതിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല. പക്ഷേ അതിൻ്റെ സ്ലീവും നെക്കും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല, ഞാൻ ബ്ലാക്ക് എടുത്താൽ പിന്നെ ബ്ലാക്കിൻ്റെ പുറകിൽ തന്നെ ആയിരിക്കും, വൈറ്റ് എടുത്താൽ പിന്നെ വൈറ്റ് തന്നെയായിരിക്കും. ആ ഒരു ഇത് എനിക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക് മേലാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ടില്ല. പിന്നെ ആ ഒരു ബ്ലൂവും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. ഒരു പെരുന്നാളിനല്ല, കുറച്ചൊരു കല്യാണം അങ്ങനത്തെ ഒരു ഫങ്ഷനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഇങ്ങനത്തെ സിമ്പിൾ ചുരിദാറും ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫ്രോക്കുകളില്ലേ, അതുകൊണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള നമുക്ക് ഒരു ഫങ്ഷൻ അല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു 2 സംതിങ് 1 സംതിങ് 1000 സംതിങ് 2000 സംതിങ് ഒക്കെ കേട്ടോ അതിനൊക്കെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ എടുത്തു. ഞാനത് വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എടുത്തത് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മേലെ ബെഡ്ഷീറ്റിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഞാൻ എടുത്തത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വന്നത് നമ്മളെ സെറ്റിൻ്റെ കുഷ്യൻ കവറില്ലേ, സെറ്റിൻ്റെ പില്ലോ കവർ, അതിന് വേണ്ടിയിട്ട് പില്ലോ കവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ആകുമ്പോൾ ഒന്ന്
ചേഞ്ച് വരുത്തണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നോക്കലാണ് കേട്ടോ. നല്ല കളേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു വൈറ്റ് ഉണ്ട്, ഞാനത് കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. അത് ആ വൈറ്റ് ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഇവർ തന്നെ നമുക്ക് തയ്ച്ചു തരും കേട്ടോ. അപ്പോൾ ചെറിയ പൈസ 40, 50 അങ്ങനെ എന്തോ റേറ്റേ നമുക്ക് വരുള്ളൂ. ചിലതെല്ലാം 100 ഒക്കെ 150, 180 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. ചിലതെല്ലാം 100 താഴെയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ക്ലോത്ത് എനിക്ക് കിട്ടിയില്ല, കാര്യം എനിക്ക് പറ്റിയ കളർ ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുത്തു. ഇനിയിപ്പോൾ ഇതാ വാവക്ക് ഉള്ള ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ. പിന്നെ അതെടുത്തു. ഇനി നമ്മളെ കല്യാണിച്ചില്ലേ, ഞാൻ മുന്നേ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണിച്ചിക്കും ഒരു സാരി നോക്കണം, ഒരു കോട്ടൺ സാരി കേട്ടോ. കോട്ടൺ സാരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അതൊക്കെ എടുത്തു. ഇപ്പോൾ ഇതാ റഫീഖ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. റഫീഖ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇനി വീട്ടിലേക്ക് പോകലാണ്. പിന്നെ കുറേയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാര്യം എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ വെച്ചിട്ടും പിന്നെ അവിടെയുള്ള നമ്മളറിയുന്ന ആളുകളാണ് സ്റ്റാഫുകൾ, അപ്പോൾ അവരും എടുത്തു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫേസ് കാണിച്ചിട്ട് അല്ലാണ്ടൊക്കെ വീഡിയോ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് തന്നത് കേട്ടോ. അല്ലെങ്കിൽ റഫീഖ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവലുണ്ട്. പിന്നെ ഏട്ടത്തി, മോള് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പോവൽ. അങ്ങനെയാണ് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഞാൻ നോക്കുന്നതും എടുക്കുന്നതൊക്കെ ആയിട്ട് നല്ല ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റലുണ്ട്. അപ്പോൾ സോറി, എന്നാലും കുറച്ചൊക്കെ കാണിച്ചിട്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ. അന്ന് രാത്രിയായി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതില്ലേ, ഇത് ടോപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതുപോലത്തെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടോപ്പ്. അപ്പോൾ ഇത് ഞാൻ ചെന്നുടനെ ഇങ്ങനത്തെ 2 എണ്ണം കണ്ടു, അത് 2ഉം ഞാനും എടുത്തു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ ഇങ്ങനത്തെ ഡ്രസ്സിനോട്. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റൊക്കെ വരുമ്പോൾ ഫ്രണ്ടൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒട്ടും ഇങ്ങനെ ബോഡി ടൈറ്റ് ആവാതെ, ബോഡി ഫിറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചൊക്കെ അങ്ങ് പുറത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനത്തത് വീട്ടിലിടുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ 2 കളർ എടുത്തു. പിന്നെ അതിന് റേറ്റിന് ഇപ്പം നിങ്ങൾ റേറ്റ് ചോദിക്കും, 889 രൂപയാട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. 2നും സെയിം ആണ്. പിന്നെ ഇതൊരു കഫ്താൻ ഡ്രസ്സാട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇതിന് 1500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. നല്ല ക്ലോത്താണ് കേട്ടോ. ഇത് 3ഉം അടിപൊളി ക്ലോത്താണ്. വൈറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതങ്ങനെ അതിൻ്റെ നെക്കൊക്കെ ഒരു ബനിയൻ ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഒരു ചുരിദാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾട്ടർ ചെയ്യാനുണ്ട്. ഇനി അധികം സമയമില്ലല്ലോ, അപ്പോൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കൊടുത്തു കേട്ടോ. അതാണ് ഞാൻ ഇതിൽ കാണിക്കാതിരുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഇതിൻ്റെ വീഡിയോയിൽ അത് ഞാൻ കാണിക്കാം. പിന്നെ ഇതാണ് ഞാൻ ബെഡ്ഷീറ്റിൻ്റെ ആ സെക്ഷനിൽ നിന്ന് വാങ്ങിയത്. ഇത് എനിക്ക് സെറ്റീൻ്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര കട്ടിയൊന്നുമില്ല. കഴിഞ്ഞ ഇതിനും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇതിനും ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 200 സംതിങ്ങിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്രയും കട്ടിയില്ല, എന്നാലും ഇത് കൊണ്ട് നോക്കണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ക്ലീനിങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാനുണ്ട്. പെരുന്നാളിനായിട്ടുള്ള വീട് ഒരുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ അത് നമുക്ക് ടേബിളിൽ ഇടുന്നതും പിന്നെ ബെഡിലൊക്കെ വിരിക്കുന്നതൊക്കെ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് നോക്കട്ടെ, അത് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ബെഡിൽ വിരിക്കാനാക്കാമെന്ന് വിചാരിച്ചു. 100 സംതിങ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതാണ് ഞാൻ ഈ ഒരു കളറാണ് ഞാൻ നമ്മളെ പില്ലോ കവറായിട്ട് എടുത്തത്. ഒരു വുഡിൻ്റെ ഒക്കെ കളർ കേട്ടോ. ആ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് മാച്ച് വരുന്നുണ്ട്. 89, 90 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഷ്യൻ സൈസ് വരുന്നത്. 16x16 കേട്ടോ. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് കേട്ടോ നോക്കേണ്ടത്. കുഷ്യൻ്റെ ആ ഒരു പില്ലോൻ്റെ ആ ഒരു സൈസ് നോക്കിയിട്ടാണ് നമ്മൾ കവർ സെലക്ട് ചെയ്യേണ്ടത്. ഓൺലൈനാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒരാളില്ലാതെ എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ അങ്ങ് ചെയ്യണം. എന്നാലാണ് നമ്മളെ വീഡിയോ മുന്നോട്ട് പോകട്ടോ. നിങ്ങൾക്ക് നല്ല റെസിപ്പീസും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് എനിക്ക് ഇനിയും വരാൻ വേണ്ടിയിട്ടും പറ്റുക. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.